ഹലോ, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയുള്ള സംഭവം സിമ്പിളാട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ടെൻഡർ കോക്കനട്ട് പൾപ്പും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലേ, അതും കൂടി ഒഴിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസും കൂടി വെച്ച് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ടെൻഡർ കോക്കനട്ട് പൾപ്പാട്ടോ. എനിക്കിവിടെ ഇളനീർ കിട്ടാനില്ല, അതുകൊണ്ടാട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിവാക്കാം, നിങ്ങൾ ഇതേപോലെ പൾപ്പ് എടുക്കുകയാണെങ്കിൽ കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾ ഇളനീർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൾപ്പ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷേ എനിക്ക് കിട്ടിയത് ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള പൾപ്പല്ലേ വാങ്ങിയിട്ടുള്ളത്, അതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി ഇത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കലായിരിക്കും കേട്ടോ നല്ലത്. അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളെടുത്ത് ഇളനീറ ഉള്ളതെങ്കിൽ അത് ചെറുതായി കട്ട് ചെയ്തിട്ട് അത് വെച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റിയേക്കാം. സംഭവം സിമ്പിളല്ലേ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഒരു ഐസ്ക്രീമാണ് ടെൻഡർ കോക്കനട്ട്. എൻ്റെ ഉമ്മക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ഐസ്ക്രീം ആട്ടോ. ആര് കടയിൽ പോവാണെങ്കിലും എൻ്റെ ഉമ്മ പറയും ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം വാങ്ങാൻ കേട്ടോ. അങ്ങനെ ഇതാ ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഏറ്റവും കൂടുതൽ വാങ്ങൽ ഈ ഒരു ഐസ്ക്രീമാണ്. അതിൻ്റെ ബോക്സിലേക്കും കൂടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഐസ്ക്രീം ഇതാ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. സംഭവമില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടാവും കേട്ടോ ഹെൽപ്പിന്. ഐരിക്കുട്ടിയുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്യുക എന്നിട്ട് ലാസ്റ്റ് ഞാൻ ആൾക്കും കൂടി കൊടുത്തു കേട്ടോ. കണ്ട ആള് ചെയ്യുന്ന പരിപാടിയായത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും പറയണം കേട്ടോ. സംഭവം ക്രീമി ആൻഡ് ടേസ്റ്റി ആട്ടോ. അങ്ങനെ നമ്മളെ സയാൻകുട്ടന് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായി. നിങ്ങൾ ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും പറയാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.